കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. വൈകുന്നേരം ഏകദേശം 5:30 മണിയോടുകൂടി കുണ്ടൂർ മലയ്ക്ക് സമീപമുള്ള കശുവണ്ടിത്തോട്ടത്തിൽ നിന്നും പതിവ് ജോലികൾ പൂർത്തിയാക്കി താഴേക്കിറങ്ങി വന്ന തോട്ടം തൊഴിലാളികൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അവിടെ ഒരു മരത്തിന് സമീപം ഒരു കുഴിയിൽ ഒരു വ്യക്തി ചാരിയിരിക്കുകയാണ്. ആ വ്യക്തിയുടെ കണ്ണുകൾ ഒരു കറുത്ത തുണി കൊണ്ട് കെട്ടിയിട്ടുമുണ്ട്. ആ വ്യക്തിയുടെ കഴുത്ത് ഒരു ഭാഗത്തേക്ക് അടർന്നു മാറിയിരിക്കുന്ന കാഴ്ച കണ്ട് അലറി വിളിച്ച് കരഞ്ഞ തൊഴിലാളികളുടെ ശബ്ദം കേട്ടുകൊണ്ട് സമീപത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളും അവിടേക്ക് ഓടിയെത്തി. മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ആ വ്യക്തിയുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിലാണ്. അപ്പോഴാണ് തൊഴിലാളികൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ ജീൻസും അടിവസ്ത്രവും താഴേക്ക് വലിച്ചഴിച്ച നിലയിലാണ്. സ്വകാര്യ ഭാഗം വെട്ടിനുറുക്കിയ നിലയിലുമാണ്. ഭയന്നുപോയ തൊഴിലാളികൾ അതിവേഗം തന്നെ മലയുടെ അടിവാരത്തേക്ക് എത്തുകയും റോഡിലുണ്ടായിരുന്ന ആളുകളെ വിവരമറിയിക്കുകയും ചെയ്തു. റോഡിലുണ്ടായിരുന്ന ആളുകളും കശുമാവിൻ തോട്ടത്തിന് സമീപത്തേക്ക് എത്തുകയും ആ കാഴ്ച കാണുകയും ചെയ്തു. ഭീകരമായ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയ നാട്ടുകാർ ഉടൻ തന്നെ വിവരം സമീപത്തുള്ള സ്റ്റേഷനിൽ അറിയിച്ചു. 6:30 മണിയോടുകൂടി പോലീസ് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി. പോലീസ് സംഘം അറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആ ചെറുപ്പക്കാരന്റെ കഴുത്ത് അറ്റുപോയതിന് കാരണം മൂർച്ചയേറിയ ഏതോ ആയുധം ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചതാണെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. ആ ചെറുപ്പക്കാരൻ ഇരിക്കുന്നതിന് സമീപത്ത് രക്തത്തിൽ മുങ്ങിയ ഒരു ഷർട്ട് കിടപ്പുണ്ട്. അതിനു പുറമെ 2 ബിസ്ക്കറ്റിന്റെ പാക്കറ്റുകളും ഒരു തീപ്പെട്ടിയും സോഡയും പോലീസ് സംഘം കണ്ടെടുത്തു. എന്നാൽ പോലീസുകാരെ അമ്പരപ്പിച്ചതാകട്ടെ ആ പ്രദേശത്ത് ഒരു ബലപ്രയോഗം നടന്നതിന്റെ പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രദേശത്തുള്ള കരിയിലകളൊന്നും മാറാതെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. കൈകാലുകൾ ബന്ധിച്ച നിലയിലുള്ള ആ മൃതദേഹം അയാളെ കൊലപ്പെടുത്തിയ വ്യക്തിയോട് 100% സഹകരിച്ചിരിക്കുകയാണോ എന്ന് പോലും പോലീസിന് സംശയം തോന്നി. എങ്കിൽ പോലും കൊല്ലപ്പെട്ട വ്യക്തിയുടെ സ്വകാര്യ ഭാഗത്തേറ്റ മുറിവുകൾ പോലീസിൽ സംശയമുണർത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരന്റെ മുഖത്തുള്ള കറുത്ത തുണി പോലീസ് സംഘം അഴിച്ചെടുത്തു. അതിനുശേഷം ആ ചെറുപ്പക്കാരന്റെ ഫോട്ടോ എടുക്കുകയും ഉടൻ തന്നെ അത് സ്റ്റേഷനുകളിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. ഫോട്ടോ പോലീസ് സ്റ്റേഷനിലെത്തിയ നിമിഷത്തിൽ തന്നെ ചെറുപ്പക്കാരൻ ആരാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞു. കാരണം ആ വ്യക്തിയെ കാണാനില്ല എന്നുള്ള പരാതി അയാളുടെ സഹോദരനും പിതാവും കൂടി നൽകിയിട്ട് സ്റ്റേഷനിൽ നിന്ന് മടങ്ങിപ്പോയി അധിക സമയമായിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ബിനീഷ് എന്ന ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ പരീക്ഷ കഴിഞ്ഞ ശേഷം ഉച്ചയോടടുപ്പിച്ച് കോളേജിൽ നിന്നും ആ ചെറുപ്പക്കാരൻ പുറത്തു പോയിട്ടുണ്ട്. വൈകുന്നേരം കഴിഞ്ഞിട്ടും വീട്ടിലെത്താത്ത സാഹചര്യത്തിലാണ് വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സഹോദരനെയും പിതാവിനെയും പോലീസ് സംഘം ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു. ആ നിമിഷത്തിൽ തന്നെ ബോഡി അവർ തിരിച്ചറിയുകയും ചെയ്തു. കഴുത്ത് മുറിഞ്ഞു തൂങ്ങിയ നിലയിലുള്ള തന്റെ മകന്റെ ശവശരീരം കണ്ട ആ പിതാവ് അലമുറയിട്ട് കരഞ്ഞു തുടങ്ങി. ഒരിക്കൽ ആ കാഴ്ച കാണുന്ന ഒരു വ്യക്തിയുടെയും മനസ്സിൽ നിന്ന് ആ ഭീകര കാഴ്ച മാഞ്ഞു പോവില്ല. അത്രയ്ക്ക് നടുക്കുന്ന രംഗത്തിനാണ് നാട്ടുകാരും പോലീസും സാക്ഷികളായത്. തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടവും നടന്നു. പോസ്റ്റ്മോർട്ടത്തിനിടയിൽ ഡോക്ടർമാർ കണ്ടെത്തിയത് 26ഓളം മുറിവുകൾ ആ ഡെഡ് ബോഡിയിൽ ഉണ്ടെന്നുള്ളതാണ്. കഴുത്ത് പൂർണ്ണമായും അറുത്തുമാറ്റപ്പെട്ട നിലയിലാണ്. കഴുത്തിലുള്ള എല്ലാ രക്തക്കുഴലുകളും പൊട്ടിയിരിക്കുകയാണ്. ഡോക്ടർമാരെ പോലും നടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അതിനുശേഷം മൂർച്ചയേറിയ അതേ ആയുധം തന്നെ ഉപയോഗിച്ചാണ് ബിനീഷിന്റെ ശരീരമാസകലം വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർക്ക് വ്യക്തമായി. അതിനു പുറമെ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർ നടുക്കുന്ന ഒരു കാര്യം കൂടി കണ്ടെത്തി. ആ വ്യക്തിയുടെ സ്വകാര്യ ഭാഗം വെട്ടിമുറിച്ച നിലയിലാണ്. അതിനു പുറമെ ആ ചെറുപ്പക്കാരൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായിട്ടുമുണ്ട്. അതിക്രൂര പീഡനം നടക്കുന്നതിനിടയിൽ തന്നെയാണ് ആ കൊലപാതകവും സംഭവിച്ചിട്ടുള്ളത്. കൊല നടത്തിയിരിക്കുന്ന വ്യക്തി ആരാണെന്നുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. അഡീഷണലായി ആ പ്രദേശത്ത് നിന്നും ഒരു ഷർട്ട് മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കൊലപാതകം നടന്ന സമയത്ത് ആ ഷർട്ടിലേക്ക് രക്തം ചിതറിത്തെറിച്ചതിന്റെ ഭാഗമായാണ് ആ ഷർട്ട് അവിടെ ഉപേക്ഷിച്ച ശേഷം കൊലപാതകി അവിടെ നിന്നും കടന്നുപോയിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ ഷർട്ട് വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ സമയത്തായിരുന്നു ഷർട്ടിന്റെ അകത്ത് അത് തയ്ച്ചിട്ടുള്ള സ്ഥാപനത്തിന്റെ പേരും ലഭിച്ചു. നെട്ടൂരുള്ള ഒരു തയ്യൽക്കടയുടെ സ്റ്റിച്ചിങ് ആണ് അതിലുള്ളത്. തയ്യൽക്കടക്കാരൻ അത് തന്റെ കടയിൽ തന്നെ തയ്ച്ചതാണെന്നുള്ള കാര്യം പോലീസിന് വെളിപ്പെടുത്തി. അതോടൊപ്പം തന്നെ അത് ആർക്കാണ് തയ്ച്ചു കൊടുത്തിട്ടുള്ളതെന്നറിയാൻ തന്റെ കൈവശമുള്ള രജിസ്റ്റർ തയ്യൽക്കടക്കാരൻ പോലീസിന് നൽകുകയും ചെയ്തു. തുണി തയ്ക്കാൻ കൊണ്ടുചെല്ലുന്ന വ്യക്തിയുടെ തുണിയുടെ ഒരു ഭാഗം കൂടി ആ രജിസ്റ്ററിൽ അവരുടെ പേര് വിവരങ്ങൾക്കൊപ്പം പിൻ ചെയ്ത് വെക്കാറുണ്ട്. ആ തുണി നോക്കിയാണ് യഥാർത്ഥത്തിൽ പോലീസ് സംഘം അത് ആരുടേതാണെന്ന് കണ്ടെത്താൻ തീരുമാനിച്ചത്. രജിസ്റ്ററിൽ വിശദമായി പരിശോധിക്കുന്നതിനിടയിലായിരുന്നു 2 വ്യക്തികൾക്ക് അതേ മെറ്റീരിയലിലുള്ള ഷർട്ട് ആ കടയിൽ നിന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായത്. ആ 2 പേരുടെയും അഡ്രസ് ആ രജിസ്റ്ററിൽ നിന്ന് തന്നെ പോലീസ് സംഘം കളക്ട് ചെയ്തു. ആ 2 വ്യക്തികളുടെയും അഡ്രസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് സംഘം സഞ്ജു എന്നൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തുകയും അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആ വ്യക്തി ഒരു ഗവൺമെന്റ് എംപ്ലോയിയാണ്. ഗവൺമെന്റിൽ ക്ലർക്കായിരുന്ന പിതാവിന്റെ മരണശേഷമാണ് സഞ്ജുവിന് ആ ജോലി കിട്ടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും സഞ്ജുവിന്റെ ഷർട്ട് കിട്ടിയതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി സഞ്ജുവിനെ കസ്റ്റഡിയിലെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് സംഘം അയാളെ അറസ്റ്റ് ചെയ്തത്.
അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച സഞ്ജുവിനെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി. ബിനീഷും സഞ്ജുവും ബാല്യകാല സുഹൃത്തുക്കളാണ്. വളർച്ചയുടെ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും അവർ തമ്മിലുള്ള അടുപ്പം പല തലങ്ങളിലേക്കും വളരുകയും അവരറിയാതെ തന്നെ അവർ ഗേ ആയി മാറുകയും ചെയ്തു. എന്നാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി ബിനീഷ് അടുപ്പത്തിലായി. അത് സഞ്ജുവിന് സഹിക്കാനും കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ബാഡ്മിന്റൺ കളിക്കാൻ പോകാറുണ്ടായിരുന്ന ബിനീഷ് അവിടെ കോർട്ടുണ്ടാക്കി കൊടുത്ത ഒരു മധ്യവയസ്കനുമായി അടുപ്പമുണ്ടാക്കിയതും സഞ്ജുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് പകരം മറ്റുള്ള ആളുകളെ ബിനീഷ് കണ്ടെത്തിയെന്ന് തോന്നലുണ്ടായ സാഹചര്യത്തിലായിരുന്നു ബിനീഷിനെ വകവരുത്താൻ സഞ്ജു തീരുമാനിച്ചത്. ഇത്തരത്തിലുള്ള കഥകളായിരുന്നു പത്രങ്ങളിലൂടെ പ്രചരിച്ചത്. സഞ്ജുവുമായി പോലീസ് സംഘം സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തി. തെളിവെടുപ്പ് നടത്തിയ ശേഷം പോലീസ് സംഘത്തോടൊപ്പം സഞ്ജു ഇറങ്ങി വരുന്നത് നാട്ടുകാർ താഴെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസ് സംഘത്തിന്റെ കയ്യിൽ സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തിയ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും ഉണ്ടായിരുന്നു. അവിടെ നിന്നും പോലീസ് സംഘം സഞ്ജു താമസിച്ചിട്ടുള്ള ലോഡ്ജിലേക്കാണ് പിന്നീട് എത്തിയത്. ലോഡ്ജിൽ നിന്നും കൊലപാതകം നടന്ന സമയത്ത് സഞ്ജു ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ഗ്ലൗസും ഒക്കെ പോലീസ് സംഘം കണ്ടെടുത്തു. പിന്നീട് അധികം വൈകാതെ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും വിചാരണ ആരംഭിക്കുകയും ചെയ്തു. സംഭവം നടക്കുന്നതിന് തലേദിവസം കോഴിക്കോട് ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന സഞ്ജു പിന്നീട് തലശ്ശേരിയിലെത്തി ബിനീഷുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായാണ് സംഭവം നടന്ന ദിവസം വീണ്ടും കണ്ടുമുട്ടാമെന്ന് ഇരുവരും തീരുമാനിച്ചത്. അങ്ങനെ സംഭവം നടന്ന ദിവസവും കോളേജിലെ എക്സാം കഴിഞ്ഞ ശേഷം ബിനീഷ് സഞ്ജുവിനെ കാണാൻ തലശ്ശേരിയിലെത്തി. തലശ്ശേരിയിൽ നിന്നും ഇരുവരും കുണ്ടൂർ ഭാഗത്തേക്ക് എത്തുകയും അവിടെ ഒരു കടയിൽ നിന്നും 2 കവർ ബിസ്ക്കറ്റും ഒരു സോഡായും വാങ്ങിയ ശേഷം ആ മലയുടെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. കശുവണ്ടി പറക്കുന്ന തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു പ്രത്യേക ഭാഗത്തേക്കെത്തിയ ഇരുവരും അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. അവർ തമ്മിലുള്ള സെക്ഷ്വൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായി സഞ്ജു ബിനീഷിനെ അവിടെയുണ്ടായിരുന്ന ഒരു മരത്തോട് ചേർത്ത് കെട്ടുകയും അവന്റെ കണ്ണിൽ കറുത്ത തുണി വലിച്ചു കെട്ടുകയും ചെയ്തു. പരസ്പര സമ്മതത്തോടുകൂടിയുള്ള റിലേഷൻഷിപ്പിനിടയിലായിരുന്നു സഞ്ജു തന്റെ ബാഗിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അപ്രതീക്ഷിതമായി ബിനീഷിന്റെ കഴുത്തിലേക്ക് ആഞ്ഞുവെട്ടി. മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചുള്ള ഒറ്റ വെട്ടിൽ തന്നെ ബിനീഷിന്റെ കഴുത്ത് പാതി അറ്റ നിലയിലായി. അതിനുശേഷം ബിനീഷിന്റെ പ്രൈവറ്റ് പാർട്ടും 2ആയി വെട്ടിമുറിച്ചു. കൊലപാതകം നടത്തിയതിനു ശേഷമായിരുന്നു തന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള രക്തക്കറ സഞ്ജുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഷർട്ട് ഉടൻ തന്നെ അവിടെ ഊരിയിട്ട ശേഷം കൈവശമുണ്ടായിരുന്ന കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി സഞ്ജു സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം അവിടെ നിന്നും അതിവേഗത്തിൽ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടാനാണ് സഞ്ജു ശ്രമിച്ചത്. രക്ഷപ്പെട്ട് മലയുടെ താഴ്വാരത്തേക്ക് എത്തുന്നതിനിടയിൽ കശുവണ്ടി പറിക്കുന്നതിനായി മലയുടെ മുകളിലേക്ക് കയറി വന്ന ഒരു സ്ത്രീയെ സഞ്ജു കാണുകയും ചെയ്തു. പ്രധാന റോഡിലേക്കുള്ള വഴി ആ സ്ത്രീയോടാണ് സഞ്ജു ചോദിച്ചത്. അങ്ങനെ പ്രധാന റോഡിലെത്തിയ സഞ്ജു അതുവഴി വന്ന ഒരു ഓട്ടോറിക്ഷയിൽ കയറി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുകയും ചെയ്തു. അവിടെ ഒരു കടയിൽ നിന്നും ഷർട്ട് വാങ്ങി ധരിച്ച ശേഷം സഞ്ജു കോഴിക്കോട്ടുള്ള തന്റെ ലോഡ്ജിലെത്തുകയും വസ്ത്രങ്ങളെല്ലാം മാറി കുളിച്ച് വൃത്തിയായ ശേഷം ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ട്രെയിനിങ്ങിന്റെ ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ സഞ്ജു പങ്കെടുത്തത് അവിടെയുള്ള പല ആളുകളും കണ്ടിട്ടുമുണ്ട്. ഈ സമയത്തായിരുന്നു മലമുകളിലേക്ക് തോട്ടം തൊഴിലാളികൾ എത്തിയതും ബിനീഷിന്റെ മൃതദേഹം കണ്ടതും പിന്നീടുള്ള പോലീസ് നടപടികൾ ആരംഭിച്ചതും. സഞ്ജുവിനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് സഞ്ജു അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സഞ്ജുവിന് വധശിക്ഷ തന്നെ വിധിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടത്. സഞ്ജു ബിനീഷിനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന് കോടതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത എല്ലാ എവിഡൻസുകളും പോലീസ് സംഘത്തിന്റെ സഹായത്തോടുകൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ എത്തിച്ചു. അതുമാത്രവുമല്ല, സഞ്ജുവിന്റെ കുറ്റസമ്മത മൊഴി കൂടിയായപ്പോൾ സഞ്ജുവിന് ഉറപ്പായും വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ സെഷൻസ് കോർട്ട് സഞ്ജുവിന് വിധിച്ചത് ജീവപര്യന്തമാണ്. അതിനു പുറമെ 3 വർഷത്തെ അധിക തടവും 1 ലക്ഷം രൂപ പിഴയും കൂടി കോടതി വിധിച്ചു. കേസ് സ്വാഭാവികമായും ഹൈക്കോടതിയിലേക്കെത്തി. ഹൈക്കോടതിയിൽ സെഷൻസ് കോർട്ടിന്റെ വിധി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. അവർ തമ്മിലുള്ള ഗേ റിലേഷൻഷിപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ആദ്യം അന്വേഷണം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ബിനീഷിന് മറ്റുള്ള ആളുകളുമായുള്ള ബന്ധം സഞ്ജുവിൽ പൊസസീവ്നെസ് ഉണ്ടാക്കിയോ എന്നുള്ള കാര്യത്തിലും കോടതി അന്വേഷണം ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ കേസിനാകട്ടെ ദൃക്സാക്ഷികളുമില്ല. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സഞ്ജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ വിചാരണ ആരംഭിച്ചപ്പോൾ ഡിഫൻസിന്റെ ഭാഗത്തു നിന്നും നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത്. സഞ്ജുവും ബിനീഷും തമ്മിലുള്ള പ്രകൃതിവിരുദ്ധ ബന്ധം ആരെങ്കിലും എവിടെ വെച്ചെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഡിഫൻസിന്റെ പ്രധാന ചോദ്യം. എന്നാൽ അതിന് സാക്ഷികളായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ വാർത്ത പ്രചരിച്ചതിന് ശേഷം മാധ്യമങ്ങൾ വഴിയാണ് പല ആളുകളും അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത്. സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് ബിനീഷിനും സഞ്ജുവിനുമൊപ്പം പഠിച്ച ഒരു വ്യക്തികൾ പോലും അത്തരത്തിലൊരു കഥ അവരെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഡിഫൻസിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ബിനീഷും സഞ്ജുവും തമ്മിൽ അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിനായി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. മറ്റുള്ള സ്ത്രീകളോടോ പുരുഷന്മാരോടോ ബിനീഷ് സംസാരിക്കുന്നത് സഞ്ജുവിന് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമായിരുന്നു നേരത്തെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ ബിനീഷിന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമുണ്ടായിരുന്നു. അവർക്കയച്ച കത്തുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്.
മറ്റുള്ള ആളുകളുമായി ബിനീഷിന് അടുപ്പമുണ്ടായതിനെ ചൊല്ലി സഞ്ജു എപ്പോഴെങ്കിലും വഴക്കുണ്ടാക്കിയതായുള്ള യാതൊരു തെളിവുകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. സഞ്ജുവിന് ബിനീഷിന് മേൽ പൊസസീവ്നെസ് ആയിരുന്നു എന്നുള്ളത് പോലീസിന്റെ വെറും കള്ളക്കഥയാണെന്ന് ഡിഫൻസ് കോടതിയിൽ വാദിച്ചു. അതുമാത്രവുമല്ല, പ്രോസിക്യൂഷന്റെ മറ്റൊരു വാദവും കോടതിയിൽ പൊളിഞ്ഞു വീണു. ബിനീഷ് മുംബൈയിലേക്ക് ഒരു ജോലി സംബന്ധമായി ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. അതിലും സഞ്ജുവിന് വൈരാഗ്യമുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ബിനീഷ് ജോലി കിട്ടി പുറത്തേക്ക് പോകുന്നത് സഞ്ജുവിന് ഇഷ്ടമല്ല എന്ന് കരുതി അതിന്റെ പേരിൽ സഞ്ജു ബിനീഷിനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ശുദ്ധ കള്ളത്തരമാണെന്ന് ഡിഫൻസ് കോടതിയിൽ വാദിച്ചു. അങ്ങനെയെങ്കിൽ തലശ്ശേരിയിൽ നിന്ന് മാറി സഞ്ജു കോഴിക്കോട് ബിനീഷിനെ ഉപേക്ഷിച്ച് എന്തിന് ജോലിക്ക് പോയി എന്നും ഇരുവർക്കും പരസ്പരം കാണാൻ കഴിയാതെ ഇരിക്കുന്ന സാഹചര്യമാണെങ്കിൽ സഞ്ജുവും ജോലി തേടി ദൂരെയെങ്ങും പോകില്ലായിരുന്നു എന്നും ഡിഫൻസ് കോടതിയിൽ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് ഡിഫൻസ് ശക്തമായി കോടതിയിൽ വാദിച്ചത് തെളിവുകളെക്കുറിച്ചാണ്. കൊല ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി മൃതദേഹം കിടന്ന സ്ഥലത്തു നിന്നും 50 മീറ്റർ മാറിയുള്ള സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം നടന്ന ദിവസം പോലീസ് സംഘവും അത്രയധികം ആളുകളും ആ മലയുടെ മുകളിൽ നിന്നിട്ടും അങ്ങനെയൊരു കത്തി അവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ആ കത്തി പോലീസ് തന്നെ കൊണ്ടുവച്ചതാകാമെന്ന് ഡിഫൻസ് കോടതിയിൽ ഉറപ്പിച്ചു പറഞ്ഞു. പോലീസ് നായ വന്നിട്ട് പോലും കണ്ടെത്താൻ കഴിയാത്ത കത്തി എങ്ങനെയാണ് പോലീസ് കണ്ടെത്തിയതെന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്നും ഡിഫൻസ് കോടതിയിൽ വാദിച്ചു. അത് മാത്രവുമല്ല, കൊലപാതകം നടത്താൻ ഉപയോഗിച്ച കത്തി സഞ്ജുവിനെ കൊണ്ട് പോലീസ് സംഘം എടുത്തതിന് സാക്ഷികളായി കോടതിയിൽ ഒരു ലോറി ഡ്രൈവറെയും ക്ലീനറെയുമാണ് അവതരിപ്പിച്ചത്. എന്നാൽ അവരെ കോടതി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അവർ മറ്റൊരു കഥയാണ് കോടതിയോട് പറഞ്ഞത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം സഞ്ജുവുമായി സംഭവം നടന്ന മലയിൽ നിന്നും പോലീസ് സംഘം താഴേക്കിറങ്ങി വരുന്ന സമയത്ത് പോലീസിന്റെ കയ്യിൽ കത്തിയിരിക്കുന്നത് കണ്ടിരുന്നു എന്നും ആ സമയത്ത് താഴെ നിന്നിരുന്ന ലോറി ഡ്രൈവറെയും ക്ലീനറെയും കൊണ്ട് പോലീസ് സംഘം ഈ നിൽക്കുന്ന സഞ്ജുവിനെ നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയെന്നും അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് തങ്ങൾക്കറിവില്ലായിരുന്നുവെന്നുമാണ് ലോറി ഡ്രൈവറും ക്ലീനറും കോടതിയിൽ സാക്ഷി പറഞ്ഞത്. അതോടുകൂടി കോടതി ആ 2 സാക്ഷികളെയും സാക്ഷി പട്ടികയിൽ നിന്നും ഒഴിവാക്കി. പോലീസ് സംഘം സഞ്ജുവുമൊത്ത് കത്തി കണ്ടെടുക്കുന്നത് തങ്ങൾ കണ്ടിട്ടേയില്ല എന്നും ഡ്രൈവറും ക്ലീനറും കോടതിയിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ കത്തി കണ്ടെത്തിയ കഥ കോടതിയിൽ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. പിന്നീട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത് സഞ്ജുവിന്റെ കോഴിക്കോട്ടുള്ള ലോഡ്ജിൽ നിന്നും കൊലപാതക സമയത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങളും ഗ്ലൗസും ഒക്കെ കണ്ടെത്തി എന്നുള്ളതാണ്. നിയമമനുസരിച്ച് പ്രതിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂറിനകം തന്നെ കുറ്റസമ്മത മൊഴി കൂടി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതാണ്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് അയാളുടെ ലോഡ്ജിൽ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ബിനീഷിനെ കൊലപ്പെടുത്തുന്നതിന് സഞ്ജു ഉപയോഗിച്ച കത്തി ഒരു കൊല്ലന്റെ കയ്യിൽ നിന്നും വാങ്ങിയതാണെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. ആ കൊല്ലൻ അത് താൻ കൊടുത്ത കത്തി തന്നെയാണെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും സഞ്ജുവിനെ തിരിച്ചറിഞ്ഞുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ കൊല്ലനെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് അയാൾ അതൊക്കെ നിഷേധിക്കുകയും ചെയ്തു. ആ കത്തി താൻ തന്നെ ഉണ്ടാക്കിയതാണെന്നും എന്നാൽ അത് വാങ്ങിക്കൊണ്ടുപോയ ആൾ ആരാണെന്ന് തനിക്കറിയില്ല എന്നും ഒരു ദിവസം പോലീസ് സംഘം ആ കത്തിയുമായി തന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം ആ കത്തി ഉണ്ടാക്കിയത് താനാണോ എന്ന് കൊല്ലനോട് ചോദിച്ചിരുന്നു എന്നും അതിനുള്ള ഉത്തരം മാത്രമേ അയാൾ പറഞ്ഞിട്ടുള്ളൂ എന്നും അയാൾ കോടതിയെ അറിയിച്ചു. അങ്ങനെ കൊല്ലനെയും കൂറുമാറിയതായി കോടതി പ്രഖ്യാപിച്ചു. അടുത്തതായി പോലീസ് സംഘം സ്പോട്ടിൽ നിന്നും കണ്ടെടുത്ത രക്തം പുരണ്ട ഷർട്ടിലേക്കായി ഡിഫൻസിന്റെ ശ്രദ്ധ. ആ ഷർട്ട് കേന്ദ്രീകരിച്ച് ഡിഫൻസ് പല കാര്യങ്ങളും കോടതിയിൽ ഉന്നയിച്ചു. അങ്ങനെ കോടതിയിൽ ആ ഷർട്ട് തയ്ച്ചിരിക്കുന്ന തയ്യൽക്കടക്കാരനായ സജു എന്ന വ്യക്തിയെ കൂടി ഹാജരാക്കി. കടയിൽ നിരവധി ആളുകൾ തുണി കൊണ്ട് വരാറുണ്ട്. ആ തുണിയുടെയൊക്കെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് അവരുടെ അഡ്രസ്സ് കൂടി ചേർത്താണ് സാധാരണ റെക്കോർഡിൽ പിൻ ചെയ്ത് വെക്കാറുള്ളത്. അതേ മെറ്റീരിയലിലുള്ള ഒരുപാട് ഷർട്ടുകൾ ആ കടക്കാരൻ തയ്ച്ചിട്ടുമുണ്ട്. ആ ഷർട്ട് തയ്ച്ച് വാങ്ങിക്കൊണ്ടു പോയത് സഞ്ജു തന്നെയാണോ എന്ന് തനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്ന് തയ്യൽ കടക്കാരൻ കോടതിയെ അറിയിച്ചു. അതുമാത്രവുമല്ല, ആ ഷർട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം ബി പോസിറ്റീവാണ്. കൊല്ലപ്പെട്ട ബിനീഷിന്റേതും ബി പോസിറ്റീവ് രക്തമാണ്. ആ 2 ഷർട്ടിലും ഉണ്ടായിരുന്ന ബ്ലഡ് ഗ്രൂപ്പുകൾ ഒരു വ്യക്തിയുടേതാണോ 2 വ്യക്തിയുടേത് തന്നെയാണോ എന്ന് തെളിയിക്കുന്നതിനുള്ള DNA പരിശോധന നടത്താൻ പ്രോസിക്യൂഷൻ മെനക്കെട്ടിട്ടില്ല. അതും ഡിഫൻസ് ഒരായുധമാക്കി കോടതിയിൽ അവതരിപ്പിച്ചു. സഞ്ജുവിന്റെ ലോഡ്ജിൽ നിന്നും കണ്ടെത്തിയ ഗ്ലൗസ് അത് വാങ്ങിയ കടക്കാരൻ തിരിച്ചറിയുകയും അയാൾ സഞ്ജുവിനെ തിരിച്ചറിയുകയും ചെയ്തു എന്ന് നേരത്തെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചതാണ്. എന്നാൽ അയാളെ വീണ്ടും ഹൈക്കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അയാൾ സഞ്ജുവിനെ കണ്ടതായി ഓർക്കുന്നില്ല എന്ന് കോടതിയെ അറിയിച്ചു. അതോടുകൂടി ഗ്ലൗസ് കടക്കാരനും കൂറുമാറിയതായി കോടതി പ്രഖ്യാപിച്ചു. ഇവിടെ കൂറുമാറിയ സാക്ഷികളൊക്കെ അവരോട് പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കോടതിയിൽ പോലീസ് അറിയിച്ച കാര്യങ്ങളൊന്നും തങ്ങൾക്കറിവില്ല എന്നുള്ള കാര്യം അവർ കോടതിയോട് തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെയാണ് അവരെയൊക്കെ കൂറുമാറിയതായി കോടതി പ്രഖ്യാപിച്ചതും ഡിഫൻസിന്റെ വാദമുഖങ്ങൾ അവസാനിച്ചതും പ്രോസിക്യൂഷൻ എതിർവാദം ആരംഭിച്ചു. പ്രോസിക്യൂഷൻ നേരത്തെ പറഞ്ഞ കഥ തന്നെ കോടതിയിൽ ആവർത്തിച്ചു. ബിനീഷിനെ കൊലപ്പെടുത്തുന്നതിനുള്ള ദേഷ്യം സഞ്ജുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല ചെയ്തത് സഞ്ജു തന്നെയാണെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ചു പറഞ്ഞു. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി നിരീക്ഷണം നടത്തി. നിരീക്ഷണങ്ങളിൽ പ്രധാനമായും എടുത്ത കാര്യം ബിനീഷും സഞ്ജുവും തമ്മിൽ പ്രകൃതിവിരുദ്ധ ബന്ധമുള്ളതായി
മറ്റൊരാൾക്ക് പോലും അറിവുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. സഞ്ജുവിന്റെ സഹോദരങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ബിനീഷുമായി അയാൾക്ക് അത്തരത്തിലൊരു അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോടതിയിൽ പങ്കുവച്ചതുമാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സംഭവം നടന്നതിന് ശേഷം അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞിടത്തു നിന്നുമാണ് അങ്ങനെയൊരു കഥ പ്രചരിച്ചു തുടങ്ങിയത്. ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു ബന്ധം സർക്കിൾ ഇൻസ്പെക്ടർ എങ്ങനെ കണ്ടെത്തിയെന്നുള്ളതാണ് കോടതി ചോദിച്ച ചോദ്യം. അത് മാത്രവുമല്ല, അതിക്രൂര പീഡനം നടന്നെങ്കിൽ സെമന്റ് സാന്നിധ്യം കണ്ടെത്തേണ്ടതാണ്. അങ്ങനെയൊരു സാന്നിധ്യം ബിനീഷിന്റെ ഡെഡ് ബോഡിയിൽ നിന്നും കണ്ടെത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സംഭവം നടന്നു എന്ന് പൂർണ്ണമായും പറയാനും കഴിയില്ല എന്ന് കോടതി വിലയിരുത്തി. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും പ്രോസിക്യൂഷനും കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച രക്തം പുരണ്ട ഷർട്ടാണ്. ആ ഷർട്ട് സഞ്ജുവിൻ്റേതാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും ഓഫീസേഴ്സും വാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഷർട്ട് സഞ്ജുവിനെ ഒന്ന് ധരിപ്പിക്കാമോ എന്നുള്ള ഒരു നിർണായക ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. ആ ഷർട്ട് സഞ്ജുവിൻ്റേത് തന്നെയാണെങ്കിൽ അയാളുടെ അളവുകൾ തയ്യൽക്കടക്കാരൻ തന്റെ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ആ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അളവിലുള്ള അതേ ഷർട്ട് തന്നെയാണോ ഇതെന്ന് അന്വേഷിക്കാത്തതെന്തെന്ന് കോടതി ചോദിച്ചപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മറുപടിയില്ലായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട സഞ്ജുവിനെ 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഏറ്റുവാങ്ങിയത്. ഒരു കേസിലും ഇല്ലാത്തൊരു ഡിലേയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നും കോടതി കണ്ടെത്തി. ആ 10 ദിവസങ്ങൾ കൊണ്ട് പോലീസ് സംഘം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന തെളിവുകളാണ് ഹാജരാക്കിയിരിക്കുന്നതെന്നും ഡിഫൻസ് കോടതിയിൽ വാദിച്ചു. ബിനീഷിന്റെ യഥാർത്ഥ കൊലയാളികളെ കണ്ടെത്താൻ പോലീസ് സംഘം ശ്രമിച്ചിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഞെട്ടിക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത്. കേസ് സംശയാതീതമായി തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ സഞ്ജുവിനെ നിരുപാധികം വിട്ടയക്കുന്നു എന്നുള്ളൊരു വിധി പ്രഖ്യാപനമാണ് ഹൈക്കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.